ഓക്കെ, എല്ലാരും റെഡി അല്ലേ ക്ലാസ്സിന്? നമ്മുടെ സെമസ്റ്റർ 1 ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെമസ്റ്റർ 2 ആണ് ചെയ്യാനുള്ളത് അല്ലേ? സെമസ്റ്റർ 2ന്റെ ടെക്സ്റ്റ് അല്ലേ എല്ലാവരുടെ കയ്യിലുള്ളത്? ആണോ? ഒന്ന് കാണിച്ചു തന്നെ മിസ്സിന് സെമസ്റ്റർ 2ന്റെ ബുക്ക്. എല്ലാരും ഒന്ന് കാണിച്ചു തന്നെ. ഇതാണോ നോക്കട്ടെ. എവിടെ? ആരും കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സെമസ്റ്റർ 2ല് നമ്മുടെ മാത്സ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? പേജ് നമ്പർ 60. പേജ് നമ്പർ 60. എല്ലാരും ഒന്ന് പേജ് നമ്പർ 60 എടുത്തേ. എടുത്തോ? അതിന് തൊട്ട് മുന്നത്തെ പേജില് പേജ് നമ്പർ 59 ലെറ്റ്സ് ഹാവ് ഫൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പസിൽ ഉണ്ട് അവിടെ. കണ്ടോ? പേജ് നമ്പർ 59. ഇന്നത്തേക്കുള്ള ഹോംവർക്ക് ആണേ. ഇന്നത്തേക്കുള്ള ഹോംവർക്ക് ആണ് പേജ് നമ്പർ 59 കാണുന്നത്. ലെറ്റ്സ് ഹാവ് ഫൺ. ഒരു വീടും 3 മരങ്ങള്, സൂര്യൻ, പിന്നെ എന്തൊക്കെയോ അവിടെ കാണുന്നുണ്ട്. അവിടെയൊക്കെ ഓരോന്ന് ആഡ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ അതില് ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? അതിന് തൊട്ട് താഴെ കണ്ടോ ആൻസർ കോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടൊരു ബോക്സില് എന്താ ആ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ 2 ആണെങ്കിൽ അവിടെ ബ്ലൂ കളർ കൊടുക്കുക. ഓക്കെ, 5 ആണെങ്കിൽ യെല്ലോ കളർ കൊടുക്കുക. 6 ആണെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക. ഇനി ആൻസർ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ 7 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഓറഞ്ച് കളർ കൊടുക്കുക. ഇനി 8 ആണ് കിട്ടുന്നതെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കുക. 9 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ പിങ്ക് കളറും കൊടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്കുള്ള ഹോംവർക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ? പേജ് നമ്പർ 59. പേജ് നമ്പർ 59ലെ ലെറ്റ്സ് ഹാവ് ഫൺ കളർ ചെയ്യാനുള്ള ഹോംവർക്ക് ആണേ. കേട്ടോ? സാവി കളർ കൊടുത്ത് കഴിഞ്ഞു തോന്നുന്നല്ലേ? വെരി ഗുഡ്. ഓക്കെ, then നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ സെമസ്റ്റർ 2 എന്താ അത്? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ ഹെഡിങ് ആരാ വായിക്കുന്നേ? അലൻ ജോസഫ്. ഫസ്റ്റ് ചാപ്റ്റർ ഹെഡിങ് ഒന്ന് വായിച്ചേ. കിട്ടുന്നുണ്ടോ നോക്കിയേ. ഒന്നുകൂടി വായിച്ചേ. ബുദ്ധിമുട്ടല്ലേ വായിക്കാൻ? ഇനി ആരാ? അടുത്ത ഓരോരാളെ കൊണ്ട് വായിപ്പിച്ചു നോക്കാം. റിച്ചാർഡ് വായിച്ച മോനെ. ഓക്കെ, അടുത്ത ആള് നോക്കട്ടെ. അമൃത വായിച്ചേ. സാരല്ല, വായിച്ചോ. ഓക്കെ, ആദ്യത്തെ വായിച്ചേ. ആദ്യത്തനോ എന്താ? ഒന്നുകൂടി വായിച്ചേ, കേട്ടില്ല. ഓക്കെ, ഹാദി വായിച്ച മോളെ. അറിയൂല.
അറിയൂല. ഓക്കെ, വെരി ഗുഡ്. അറിയില്ലെങ്കിൽ അറിയില്ല തന്നെ പറയണം. നീയാ വായിച്ച മോളെ? സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ. നൈല വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഇല്ല, സാരില്ല, പോട്ടെ. അയാൻ എന്താ വായിക്കാ? ഫസ്റ്റ് ചാപ്റ്റർ ഹെഡിങ് 1 2 1 2 3 4 5 6 1 2 എന്താ? 3 4 5 6 ഇത് രണ്ട് പുതിയ പോവാൻ. സബ്ട്രാക്ഷൻ. ജോവിൻ, ജോയൽ രണ്ടുപേരും കൂടി വായിച്ചേ. സബ്ട്രാക്ഷൻ. അനാമിക 1 + 1 = 2 മാത്രം പോരാ, ഇതെന്താ ഒന്ന് വായിച്ചേ. ആ, ബിയോണ സബ്ട്രാക്ഷൻ. ആ, ദേവർഷ വായിച്ചേ, എന്താന്ന് വായിച്ചേ? സബ്ട്രാക്ഷൻ. റയാൻ, ദേവർഷയുടെ കയ്യിൽ ബുക്കില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ, സാരില്ല. സബ്ട്രാക്ഷൻ. ഹാദി എന്താ വായിക്കാ? എന്താ വായിക്കാ? സബ്ട്രാക്ഷൻ. എല്ലാരും വായിക്കുന്ന കേൾക്കാൻ നല്ല രസമാണ്, അതുകൊണ്ടാണ് മിസ് വായിപ്പിക്കുന്നത് കേട്ടോ. ജിയാറോസ് സബ്ട്രാക്ഷൻ. ഷവറ സബ്ട്രാക്ഷൻ. അറിയില്ല, ഷബറക്ക് നല്ല മടിയുണ്ടല്ലേ? ഷബറ ഇങ്ങോട്ട് നോക്കിയേ, നല്ല മടിയില്ലേ? ഷബറയുടെ ഹോംവർക്ക് ഇന്നത്തെ അയച്ചേരണേ, കളർ കൊടുത്തിട്ട്. ഓക്കെ. നീലാഞ്ജന പറഞ്ഞോ? ഓക്കെ, സബ്ട്രാക്ഷൻ. ഏബൽ സബ്ട്രാക്ഷൻ. നാസ മറിയം സബ്ട്രാക്ഷൻ. മിഗ്ദത്ത് എല്ലാരെ കൊണ്ട് ഞാൻ ഇന്ന് വായിപ്പിക്കും ചാപ്റ്റർ ഹെഡിങ്. നോക്കട്ടെ ആർക്കൊക്കെ ശരിക്കും വായിക്കാൻ അറിയുന്നത്. സബ്ട്രാക്ഷൻ. മുക്താസിം സബ്ട്രാക്ഷൻ. ദീക്ഷിത് സബ്ട്രാക്ഷൻ. വെരി ഗുഡ്. അനുഗ്രഹ സബ്ട്രാക്ഷൻ. ആയുഷ് കേട്ടില്ല, ആയുഷ് വായിച്ചത് കേട്ടില്ല. സബ്ട്രാക്ഷൻ. അടുത്താരാ? അമാൻ മാധവ്. അമാൻ എവിടെ? നിവേദ്യ സബ്ട്രാക്ഷൻ. ഓക്കെ, അടുത്തത് അൻവിത സബ്ട്രാക്ഷൻ. അഫ്രാസ് സബ്ട്രാക്ഷൻ. അമാൻ മാധവ് വായിച്ചില്ല. സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് കൃത്യമായിട്ട് വായിക്കാൻ അറിയാതെ മനസ്സിലായി. എന്നാൽ നിങ്ങൾ ഇത്രയൊക്കെ വായിച്ചല്ലോ, നല്ല കുട്ടികളായിട്ട് 1ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഇത്രയെങ്കിലും വായിച്ചില്ലേ?
നല്ല കുട്ടികളാണേ. ഫസ്റ്റ് ചാപ്റ്റർ എന്താ? മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. സബ്ട്രാക്ഷൻ. പറഞ്ഞേ, സബ്ട്രാക്ഷൻ. എന്താ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ ബുക്കില് ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ? അല്ലേ? എല്ലാം ആഡ് ചെയ്ത് കൂട്ടി കൂട്ടി വെക്കാൻ പഠിച്ചില്ലേ? ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചാൽ മാത്രം മതിയോ? മതിയോ? നമ്മുടെ കയ്യിൽ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ സ്വീറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കയ്യിൽ തന്നെ വെച്ചോണ്ടിരുന്നാല് ഉറുമ്പ് വന്ന് തിന്നു പോവില്ലേ? പിന്നെ നമുക്കും തിന്നാൻ പറ്റാണ്ടാവും, ആർക്കും തിന്നാൻ പറ്റാണ്ടാവും. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മുടെ കയ്യിലുള്ള സ്വീറ്റ്സോ ചോക്ലേറ്റ്സോ എന്താ ഉള്ളത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനും കൂടി കൊടുക്കണം അല്ലേ? അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നേ? സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് വെച്ചാല് കുറയ്ക്കുക. എന്താ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്? കുറയ്ക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ അഡീഷൻ പഠിച്ചു. അഡീഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? 1 ഡിജിറ്റ് നമ്പറിന്റെയും 2 ഡിജിറ്റ് നമ്പറിന്റെയും അഡീഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? റെസ്പോൺസ് ഇല്ലല്ലോ ആരുടെയും. ഓർമ്മയില്ലേ? മറന്നുപോയോ ഇത്ര വേഗം അഡീഷൻ? കൂട്ടാൻ പഠിച്ചത് ഓർമ്മയില്ലേ? നമ്മൾ ഈ വിരലൊക്കെ വെച്ച് കൂട്ടിയത് ഓർമ്മയില്ലേ? കൈയിന്റെ 10 വിരലും കാലിന്റെ 10 വിരലൊക്കെ വെച്ച് കൂട്ടിയത് ഓർമ്മയില്ലേ? യെസ്. അതേപോലെ തന്നെ നമുക്ക് കുറയ്ക്കാനും പഠിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ മേലെ ഒരു 6 ഗ്ലാസ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. 6 ഗ്ലാസ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കുരുത്തക്കേട് കളിച്ച് ആ ടേബിളിന്റെ മേലെ കയറി കളിച്ച് അമ്മ അറിയാതെ അതിൽ നിന്നൊരു ഗ്ലാസ് അങ്ങ് തട്ടി വീണ് പൊട്ടിപ്പോയി. 6 ഗ്ലാസ് ഉണ്ടായിരുന്നു ടേബിളിന്റെ മേലെ, കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? കുരുത്തക്കേട് കളിച്ച ടേബിളിന്റെ മേലെ കയറിയിട്ട് അതിൽ ഒരു ഗ്ലാസ് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ബാക്കി എത്ര ഗ്ലാസ് ഉണ്ടാവും അവിടെ? 6 ഗ്ലാസ് ഉണ്ടായിരുന്നു. എത്ര ഗ്ലാസ് ഉണ്ടായിരുന്നു? 6 ഗ്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ബാക്കി എത്ര ഗ്ലാസ് ഉണ്ട്? 5 ഗ്ലാസ്. ഇനി നിങ്ങളുടെ കുഞ്ഞ് അനിയനോ അനിയത്തിയോ നിങ്ങളെ പൊട്ടിക്കുന്നത് കണ്ടിട്ട് നല്ല രസം തോന്നി. കുപ്പിച്ചില്ലിങ്ങനെ നിലത്തിട്ട് വീഴുമ്പോൾ ഒച്ചയില്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസം തോന്നി. അപ്പൊ അവർ വന്നിട്ട് ഒന്നും കൂടെ അങ്ങ് എടുത്ത് താഴേക്ക് ഇട്ടു. ബാക്കി 5 ഗ്ലാസ് ഉള്ളതില് ഒരു ഗ്ലാസും കൂടി എടുത്തങ്ങ് താഴേക്ക് ഇട്ടു. അപ്പൊ ബാക്കി എത്ര ഗ്ലാസ് ഉണ്ടാവും? ഒരു ഗ്ലാസും കൂടി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എത്ര ഉണ്ടാവും? 4 ഗ്ലാസ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്തായി? 2 കുപ്പി ഗ്ലാസ് ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട്. താഴെ വീഴുമ്പോൾ നല്ല ചിലും എന്നുള്ളൊരു ഒച്ചയും കേൾക്കുന്നുണ്ട്. ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒന്നും കൂടി എടുത്തങ്ങ് പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചു. എന്ത് ചെയ്തു? ആ ടേബിളിന്റെ മേലെന്ന് ഒരു ഗ്ലാസ് കൂടി എടുത്തങ്ങ് നിലത്തോട്ട് ചിലും ഒരു എറിയല്. ഒന്നും കൂടി അങ്ങ് പൊട്ടിച്ചു. അപ്പൊ എത്ര ഗ്ലാസ് ആയി? എത്ര ഗ്ലാസ് ആയി ബാക്കി? 3 ഗ്ലാസ് ആയി ബാക്കി. അപ്പൊ നമുക്ക് എന്താ പണി? ഓരോ ഗ്ലാസ് എടുക്കുക, നിലത്തെറിഞ്ഞ് പൊട്ടിക്കുക. പിന്നെ ആദ്യം ഗ്ലാസ് എടുക്കുക, നിലത്തെറിഞ്ഞ് പൊട്ടിക്കുക. അപ്പൊ ബാക്കി എത്ര ഗ്ലാസ് ഉണ്ട്? 3 ഗ്ലാസ് ഉണ്ട്. അപ്പൊ അമ്മ മെല്ലെ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് മെല്ലെ വന്നു നോക്കുമ്പോ നമ്മള് രണ്ടുപേരും കൂടി സുഖമായിട്ട് ടേബിളിന്റെ മേലെ നിന്ന് ഗ്ലാസ് ഒക്കെ എടുത്ത് താഴേക്ക് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കാം. അമ്മ എന്തു പറയും? 6 ഗ്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ വെള്ളം കുടിക്കാൻ, അതിൽ 3 എണ്ണം കയറി പൊട്ടിച്ചു, ബാക്കി 3 എണ്ണം ഉണ്ടെന്ന് പറയും അല്ലേ? ഇനി ആ ബാക്കിയുള്ള 3 എണ്ണം കൂടി അങ്ങ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വായെന്നുള്ള ചീത്ത മുഴുവൻ നിങ്ങൾ കേൾക്കും. അപ്പൊ എന്താ ഇവിടെ മിസ് പറഞ്ഞോണ്ട് വന്നേ? 6 ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3 എണ്ണം നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ 6ൽ നിന്ന് 3 എണ്ണം നമ്മൾ അങ്ങ് മാറ്റി വെച്ചു, പൊട്ടിച്ചു കളഞ്ഞു. ബാക്കി എത്രയുണ്ട്? ബാക്കി 3 ഗ്ലാസ് ബാക്കിയുണ്ട് അല്ലേ? ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ട്രാക്ഷൻ.
അതായത് 6ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? മൈനസ് ചെയ്യാന്ന് പറഞ്ഞാല് സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഒഴിവാക്കി കളയാം. നമുക്കുള്ളതിൽ നിന്ന് ഒഴിവാക്കി കളയാം. അപ്പൊ 6 ഗ്ലാസ് ഉള്ളതിൽ നിന്ന് 3 എണ്ണത്തിന് ഒഴിവാക്കി കളഞ്ഞാല് എത്ര എണ്ണം ഉണ്ട് ബാക്കി? 3 ഗ്ലാസ് ഉണ്ട് അല്ലേ? അതുപോലെ നിങ്ങളുടെ ബർത്ത്ഡേന്റെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്നു വീട്ടില്. ഓക്കെ, ബർത്ത്ഡേക്ക് കുറേ ബലൂൺ കൊണ്ടുവന്നു. കുറെ ബലൂൺ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ബലൂണ് വേർപ്പിച്ച് ഹാളിൽ അങ്ങ് കുറെ എണ്ണം അങ്ങ് ഇട്ടു വെച്ചു. എത്ര ബലൂണ് വേർപ്പിച്ചു എന്നറിയോ? 10 ബലൂണ് വേർപ്പിച്ചു. 10 ബലൂണ് വേർപ്പിച്ചിട്ട് ഹാളിൽ അങ്ങ് വെറുതെ ഇട്ടിട്ടുണ്ടേ. അപ്പൊ നിങ്ങളുടെ കുത്തങ്ങട്ട് അനിയത്തി എന്ത് ചെയ്തു അറിയോ? ഈ ബലൂൺ ഇങ്ങനെ വേർപ്പിച്ച് വെച്ചിരിക്കുന്ന കാണുമ്പോ നല്ല രസം തോന്നി. എന്ത് ചെയ്തു? ഒരു സെറ്റി പിൻ എടുത്തുകൊണ്ട് വന്നു. അമ്മ സാരിക്കൊക്കെ കുത്തുന്ന, ഷോളൊക്കെ കുത്തുന്ന പിന്നില്ലേ, ആ പിന്ന് എടുത്തോണ്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബലൂണിന്റെ മേലെ ഒറ്റ കുത്തും. എന്ത് സൗണ്ട് കേൾക്കും? ടോന്നുറച്ചേക്കും അല്ലേ? അല്ലേ? ഇപ്പൊ 10 ബലൂൺ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 പൊട്ടിച്ചു. ബാക്കി എത്ര ബലൂൺ ഉണ്ട്? എത്ര ബലൂൺ ഉണ്ട്? 10 ബലൂൺ ഉണ്ടായിരുന്നു, 1 പൊട്ടിച്ചതിൽ ബാക്കി എത്രയുണ്ട്? 9 ബലൂൺ ഉണ്ട്. സങ്കടായി. അയ്യോ, ഇനി 9 ബലൂണേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വല്ല സങ്കടം വരുന്ന കാണുമ്പോ അനിയത്തിക്ക് നല്ല രസം തോന്നി. പിന്നെ ഒന്നും കൂടി പൊട്ടിച്ചു. 9 ബലൂണേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ സങ്കടപ്പെടുന്നു എന്ന് കാണുമ്പോ അനിയത്തിക്ക് പിന്നെയും നല്ല രസം തോന്നി, ഒന്നും കൂടി പൊട്ടിച്ചു. അപ്പൊ എത്ര എണ്ണം ബാക്കിയായി? 8 എണ്ണം ബാക്കിയായി അല്ലേ? അപ്പൊ 10 ബലൂൺ ഉണ്ടായാലും ആദ്യം 1 പൊട്ടിച്ചു, പിന്നെ 1 പൊട്ടിച്ചു, 2 എണ്ണം പൊട്ടിച്ചു. അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 ബലൂൺ ഉണ്ട് ബാക്കി. അപ്പം എല്ലാം നിങ്ങൾക്ക് സങ്കടം വന്ന് കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അത് കാണാൻ അനിയത്തിക്ക് പിന്നെ നല്ല രസം. ഒന്നും കൂടി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞേക്കാം. ഒന്നും കൂടി പൊട്ടിച്ചു. 3 എണ്ണം പൊട്ടിച്ചു. ബാക്കി എത്രയുണ്ട്? 7 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ കരയുന്ന കാണുന്തോറും നിങ്ങളുടെ അനിയത്തിക്ക് നല്ല ഹരം കയറിയിട്ട് ഓരോ ബലൂൺ അങ്ങ് പൊട്ടിച്ച് 10 എണ്ണം അങ്ങ് പൊട്ടിച്ചു. അപ്പോഴേക്കും നിങ്ങൾ കരയാൻ തുടങ്ങി. 10 ബലൂണും അങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ബലൂൺ ഉണ്ടാവും? എത്ര ബലൂൺ ഉണ്ടാവും? ആകെ 10 ബലൂൺ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 1 പൊട്ടിച്ചു, 2 പൊട്ടിച്ചു, 3 പൊട്ടിച്ചു, 4 പൊട്ടിച്ചു, 5 പൊട്ടിച്ചു, 6 പൊട്ടിച്ചു, 7 പൊട്ടിച്ചു, 8 പൊട്ടിച്ചു, 9 പൊട്ടിച്ചു, 10 പൊട്ടിച്ചു. ബാക്കി എത്ര ഉണ്ടാവും? 0 ബലൂൺ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെ പറയും? 10 മൈനസ് 10 എത്ര കിട്ടും? 10ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 0. അടുത്ത പിറന്നാളിന്, ഇതൊരു പിറന്നാളിന്റെ കാര്യല്ലേ, അടുത്ത പിറന്നാളിന് ഇതേപോലെ നിങ്ങൾ 10 ബലൂണ് വേർപ്പിച്ചു. അപ്പൊ കഴിഞ്ഞ പിറന്നാളിന്റെ ഓർമ്മിച്ചിട്ട് എന്ത് ചെയ്തു? അനിയത്തി മെല്ലെ പിന്നും കൊണ്ട് വന്നു പൊട്ടിക്കാൻ വേണ്ടി. അപ്പൊ ഈ പൊട്ടിച്ച കാര്യം നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. അനിയത്തി ഇങ്ങനെ മെല്ലെ പിന്നും കൊണ്ട് വരുന്ന സമയത്ത് നിങ്ങളെ പുറകിലൂടെ പോയിട്ട് അവളെ എടുത്തങ്ങ് മാറ്റി വെച്ചു. 10 ബലൂൺ ഉണ്ടായിരുന്നേ, അവക്കൊന്നും പൊട്ടിക്കാൻ കിട്ടിയില്ല. പിന്നെ അവളെ നിങ്ങൾ നോക്കി നിങ്ങൾ മാറുന്ന സമയമൊക്കെ നോക്കി മെല്ലെ പൊട്ടിക്കാൻ വേണ്ടി മെല്ലെ വരുമ്പോ നിങ്ങൾ പിന്നെയും പോയിട്ട് അവളെ എടുത്തങ്ങ് മാറ്റി വെച്ചു. പിന്നെയും പൊട്ടിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിയുന്നത് വരെ നിങ്ങൾ ഈ അനിയത്തിന്റെ കുരുത്തക്കേട് ഇങ്ങനെ നോക്കി അവളെ മാറ്റി നിർത്തി 10 ബലൂൺ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അനിയത്തി ഇപ്രാവശ്യം എത്ര ബലൂൺ പൊട്ടിച്ചു? ഒന്നും പൊട്ടിച്ചില്ല അല്ലേ? ഒന്നും പൊട്ടിച്ചില്ല. 0 ബലൂണാ പൊട്ടിച്ചേ. 0 ബലൂൺസ് പൊട്ടിച്ചു, ഒന്നും പൊട്ടിച്ചില്ല. അപ്പൊ എത്ര ബലൂൺ അവിടെ ബാക്കിയുണ്ട്? കേക്ക് ഒക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും 10 ബലൂൺ തന്നെ ബാക്കിയുണ്ട്. അപ്പൊ ഇത് നമുക്ക് കണക്കിൽ എങ്ങനെ പറയാം? മാത്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം? 10 മൈനസ് 0
10 മൈനസ് 0 എത്രയാ? 10ൽ നിന്ന് 0 മൈനസ് ചെയ്താല് 10 ബലൂൺ ഉണ്ടായിരുന്നു, ഒരു ബലൂണ് പോലും പൊട്ടിച്ചില്ല. 0 ബലൂൺസേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ബലൂൺസ് അവിടെ ബാക്കിയുണ്ട്? എത്ര ബലൂൺസ് ബാക്കിയുണ്ട്? ഒന്ന് പൊട്ടിച്ചില്ലെങ്കിൽ എത്ര ബാക്കി ഉണ്ടാവും? 10 ബലൂൺസ് തന്നെ ബാക്കി ഉണ്ടാവും അല്ലേ? അല്ലേ? That means 10 minus 0 is equal to 10. അപ്പൊ നമ്മൾ ഇന്ന് ബലൂണിന്റെ കണക്കും പറഞ്ഞു, ഗ്ലാസിന്റെ കണക്കും പറഞ്ഞു. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? എന്താന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നമുക്ക് അടുത്ത ക്ലാസ്സില് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എക്സസൈസ് 1.1 നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താ? ഇന്നത്തെ ഹോംവർക്ക് എന്താ? പേജ് നമ്പർ 59 കളർ ചെയ്യാനുള്ളതാ ഹോംവർക്ക്. മനസ്സിലായിരുന്നില്ല എങ്ങനെ ചെയ്യണ്ടേന്ന്? ആ പിക്ചറിനകത്ത് കുറെ അഡീഷൻ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്, ആഡ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് ഓരോന്നിനും എത്ര ആൻസർ കിട്ടുന്നതിന് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ? ആ കിട്ടുന്ന ആൻസറിനനുസരിച്ച് താഴെ ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കിട്ടുന്ന ആൻസർ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ 2 ആണെങ്കിൽ അവിടെ ബ്ലൂ കളർ കൊടുക്കുക. ആഡ് ചെയ്ത് കിട്ടുന്നത് 5 ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? യെല്ലോ കളർ കൊടുക്കുക. ഓക്കെ. 6 ആണെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക. 7 ആണെങ്കിൽ ഓറഞ്ച് കളർ. 8 ആണെങ്കിൽ ബ്രൗൺ കളർ. 9 ആണെങ്കിൽ പിങ്ക് കളർ. ഓക്കെ. അപ്പൊ എല്ലാരും കളർ കൊടുത്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പേഴ്സണൽ ആയിട്ട് അയച്ചു തരണ്ട, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. ഗ്രൂപ്പ് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സില് സബ്ട്രാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം, അതിന്റെ പ്രോബ്ലവും ചെയ്യാം. അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ കളർ കൊടുക്കാൻ തുടങ്ങിക്കോ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ.